ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നോക്കിയത്. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ആദ്യത്തെ ശ്ലോകം അർജുനൻ്റെ ചോദ്യമായിരുന്നു. രണ്ടാമത്തെ ശ്ലോകം മുതൽ അതിന് ഭഗവാൻ കൊടുക്കുന്ന മറുപടിയാണ്. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമാണാം ന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണ. കാമ്യാനാം അഭിലാഷസിദ്ധിയെ ലക്ഷ്യമാക്കിയുള്ള അഥവാ ഫലകാംക്ഷയോടെയുള്ള കർമാണാം കർമ്മങ്ങളുടെ ന്യാസം ത്യജിക്കലാണ് അഥവാ അത്തരം കർമ്മങ്ങളെ കൈവിടലാണ് സന്യാസം. സന്യാസമെന്ന് കവികൾ അഥവാ ജ്ഞാനികൾ വിദു അറിയുന്നു. സർവകർമ്മഫലത്യാഗം എല്ലാ കർമ്മങ്ങളുടെയും ഫലമുപേക്ഷിക്കലാണ് ത്യാഗമെന്ന് വിചക്ഷണാഹ ജ്ഞാനികൾ പ്രാഹുർ പറയുന്നു. ഭഗവാൻ അർജുനൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഇപ്രകാരം പറയുന്നു. ഫലകാംക്ഷയോടെ അഥവാ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളെ കൈവിടലാണ് അഥവാ അത്തരം കർമ്മങ്ങളെ ത്യജിക്കലാണ് സന്യാസം എന്ന് ജ്ഞാനികൾ അറിയുന്നു. എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ ഉപേക്ഷിക്കലാണ് ത്യാഗമെന്നും ജ്ഞാനികൾ പറയുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. ത്യാഗവും സന്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന അർജുനൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഭഗവാൻ ഈ പറയുന്നത്. ഭൗതിക ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ അത്തരം കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് അഥവാ അത്തരം കർമ്മങ്ങളെ ത്യജിക്കുന്നതാണ്, അത്തരം കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് സന്യാസം. എന്നാൽ സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ത്യജിക്കുന്നതാണ് ത്യാഗം. ഇതാണ് ജ്ഞാനികൾ പറയുന്നത് അഥവാ അവർ അനുഭവിച്ച് അറിഞ്ഞത്. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഭൗതികമായ നേട്ടങ്ങളെ അഥവാ ഫലസിദ്ധിയെ ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. അതായത് ഈ പ്രവൃത്തി ചെയ്താൽ അതിൽ നിന്ന് ഇന്ന ഫലം ലഭിക്കും അഥവാ ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അതിൽ നിന്ന് നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കലാണ് അഥവാ അത്തരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കലാണ് സന്യാസം. ഫലപ്രതീക്ഷയോടെയുള്ള കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കൽ, ആ കർമ്മങ്ങളെ ചെയ്യാതെ ഇരിക്കൽ, അതാണ് സന്യാസം. എന്നാൽ മനുഷ്യന് ജീവനുള്ള കാലത്തോളം ഏതെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനാവില്ല. സകല കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുമുള്ള ഫലചിന്ത കൈവിടുന്നതിനാണ് ത്യാഗമെന്ന് പറയുന്നത്. കർമ്മം തന്നെ ചെയ്യാതിരിക്കലാണ് സന്യാസം. കർമ്മം ചെയ്യുന്നുവെങ്കിലും അതിൽ നിന്നുള്ള ഫലത്തെപ്പറ്റി ഉള്ള ചിന്ത കൈവിടുന്നതാണ് ത്യാഗം. ഫലത്തെ ഉപേക്ഷിക്കലല്ല, ഫലചിന്തയില്ലാതിരിക്കൽ, അതാണ് ത്യാഗം. ഉദാഹരണത്തിന് ഒരാൾ കൃഷി ചെയ്യുന്നു എന്ന് കരുതുക. വരൾച്ച, വെള്ളപ്പൊക്കം മുതലായവയാൽ വിളവ് നശിച്ചെന്ന് വരാം. അതുകൊണ്ട് വിതയ്ക്കുമ്പോഴേ ഇത്ര മേനി കൊയ്തെടുക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. ഞാൻ കൃഷിക്കാരനാണ്, എൻ്റെ സ്വധർമ്മമാണ് കൃഷി, അതുകൊണ്ട് എൻ്റെ കർമ്മം ഞാൻ ചെയ്തേ പറ്റൂ,
ഇതെൻ്റെ ധർമ്മമാണ് എന്ന ചിന്തയോടെ കൃഷി ചെയ്യണം. അതിൽ നിന്നും ഇത്ര കിട്ടും എന്ന പ്രതീക്ഷ ഒരിക്കലും വയ്ക്കരുത്. അതാണ് ദുഃഖകാരണമായിത്തീരുന്നത്. എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നു, ലാഭം കിട്ടിയാൽ അമിതമായി ആഹ്ലാദിക്കുകയോ നഷ്ടം വന്നാൽ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യാതെ വീണ്ടും തൻ്റെ കർമ്മങ്ങൾ തുടരുക. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന എന്നാണ് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഫലത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നല്ല അതിനർത്ഥം. ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ, അമിതമായ ഉത്കണ്ഠ ഉപേക്ഷിക്കണം. ഇന്ന ഫലം ലഭിക്കണമെന്നുള്ള അമിതമായ ഒരു വാഞ്ച അത് ഉപേക്ഷിക്കണം. അതിനാണ് ത്യാഗമെന്ന് പറയുന്നത്. ഫലസിദ്ധി ഉളവാക്കുന്ന കർമ്മത്തെ തന്നെ ത്യജിക്കുന്നതാണ് സന്യാസം. ഫലസിദ്ധി ഉളവാക്കുന്ന ഒരു കർമ്മങ്ങളും ചെയ്യാതെ ഇരിക്കുന്നതാണ് സന്യാസം എന്ന് പറയുന്നത്. ആ കർമ്മങ്ങളെ തന്നെ ഉപേക്ഷിക്കുകയാണ്. എന്നാൽ കർമ്മഫലത്തെ ത്യജിക്കുന്നതാണ് ത്യാഗം. കർമ്മം ചെയ്യുന്നു, പക്ഷെ അതിൽ നിന്നുള്ള ഫലത്തെ ത്യജിക്കുന്നു. ഫലത്തെപ്പറ്റി വ്യാകുലത ഇല്ലാതിരിക്കുന്നു. അതാണ് ത്യാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ മാർഗമാണ് സ്വീകാര്യം. അവനവൻ്റെ കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് പോവുക. ഫലപ്രതീക്ഷ, അമിതമായ ഫലപ്രതീക്ഷ ഒഴിവാക്കുക. ആ ഫലപ്രതീക്ഷയെ ത്യജിക്കുക. ഫലം എന്തായിക്കൊള്ളട്ടെ, എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നു. ആ ചിന്തയോടെ കർമ്മങ്ങളിൽ മുഴുകുന്നതാണ് ഒരു സാധാരണ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത്. ത്യാഗം ആണ് അഭികാമ്യമായിട്ടുള്ളത്. സന്യാസം എന്ന് പറയുന്നത് കർമ്മങ്ങൾ തന്നെ ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. അത് യോഗിവര്യന്മാരായിട്ടുള്ളവരെ സംബന്ധിച്ചേ സാധ്യമാവുകയുള്ളൂ. അവർക്ക് പോലും പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഫലപ്രതീക്ഷയോടെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒഴിവാക്കുക. കർമ്മമല്ല ത്യജിക്കേണ്ടത്, കർമ്മഫലചിന്തയാണ് ഒരു ഗൃഹസ്ഥാശ്രമി ഒഴിവാക്കേണ്ടത്, ത്യജിക്കേണ്ടത്. അതിനാണ് ത്യാഗമെന്ന് പറയുന്നത്. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ സന്യാസം എന്താണെന്നും ത്യാഗം എന്താണെന്നും അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത ശ്ലോകം അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.